ഹായ് ഗായ്സ്, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഫാമിലി ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് ഡിമാൻഡ് ഏറി വരികയാണ്. വീട്ടിലെ എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടി, അതല്ലേ നമുക്ക് എല്ലാവർക്കും വേണ്ടത്. നിലവിൽ വിപണി ഭരിക്കുന്ന ഏതർ റിസ്തയ്ക്കും വെല്ലുവിളിയുമായി ജാപ്പനീസ് കരുത്തായി യമഹയുടെ ആദ്യ ഇലക്ട്രിക് സ്കൂട്ടർ EC06 എത്തിക്കഴിഞ്ഞു. ഈ രണ്ട് മോഡലുകളിൽ ഏതാണ് നിങ്ങളുടെ കുടുംബത്തിന് ഏറ്റവും അനുയോജ്യം? നമുക്ക് പരിശോധിക്കാം. ഡിസൈനിലേക്ക് നോക്കിയാൽ രണ്ടു പേരും വലിയ ബോഡി സ്റ്റൈലാണ് പിന്തുടരുന്നത്. യമഹ EC06 കാണാൻ കുറച്ച് മോഡേൺ ആണ്. സിംഗിൾ LED ഹെഡ്ലാമ്പും വലിയ ഗ്രാബ് റെയിലുമാണ് ഇതിൻ്റെ പ്രത്യേകത. എന്നാൽ ഏതർ റിസ്തയിലേക്ക് വന്നാൽ അവർ കൂടുതൽ മുൻഗണന നൽകിയിരിക്കുന്നത് സൗകര്യത്തിനാണ്. വിപണിയിലെ തന്നെ ഏറ്റവും വലിയ സീറ്റും പില്യൺ ബാക്ക് റെസ്റ്റും റിസ്തയെ ഒരു പെർഫെക്റ്റ് ഫാമിലി റൈഡർ ആക്കുന്നു. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം, റേഞ്ച്. ഇവിടെ യമഹ EC06 അല്പം മുന്നിലാണ്. ഇതിലെ 4 kWh ബാറ്ററി പാക്ക് വഴി ഒറ്റ ചാർജിൽ 169 കിലോമീറ്റർ റേഞ്ച് ലഭിക്കും. ഏതർ റിസ്തയിൽ വിവിധ ബാറ്ററി ഓപ്ഷനുകൾ ലഭ്യമാണ്. 2.7 മുതൽ 3.7 kWh വരെ. ഇതിൻ്റെ പരമാവധി റേഞ്ച് 159 കിലോമീറ്റർ ആണ്. പെർഫോമൻസും റേഞ്ചും നോക്കുന്നവർക്ക് യമഹ ഒരു പടി മുന്നിലാണ്. സുരക്ഷയുടെ കാര്യത്തിൽ യമഹ വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. 2 വീലുകളിലും ഡിസ്ക് ബ്രേക്കുകളാണ് യമഹ നൽകുന്നത്. റിസ്തയിൽ മുന്നിലും ഡിസ്ക്, പിന്നിൽ ഡ്രം ബ്രേക്കുമാണുള്ളത്. പക്ഷേ ടെക്നോളജിയുടെ കാര്യത്തിൽ ഏതർ റിസ്ത ഒരു പുലിയാണ്. സ്മാർട്ട് നാവിഗേഷൻ, കണക്ടിവിറ്റി ഫീച്ചറുകൾ എന്നിവയിൽ റിസ്ത ബഹുദൂരം മുന്നിലാണ്. യമഹയുടെ വൈ കണക്ട് ഉണ്ടെങ്കിലും റിസ്തയ്ക്ക് നൽകുന്ന അത്രയും വിപുലമായ അനുഭവം അതിലില്ല. ഇനി വില നോക്കാം. ഏതർ റിസ്തയ്ക്ക് 1.10 ലക്ഷം മുതൽ 1.45 ലക്ഷം രൂപ വരെ വിലയിൽ ലഭ്യമാണ്. എന്നാൽ യമഹ EC06 കുറച്ച് പ്രീമിയമാണ്. ഏകദേശം 1.67 ലക്ഷം രൂപയാണ് ഇതിൻ്റെ വില. ചുരുക്കത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് അത്യാധുനിക ഫീച്ചറുകളും കൂടുതൽ സ്റ്റോറേജും കുറഞ്ഞ വിലയും വേണമെങ്കിൽ ഏതർ റിസ്ത തിരഞ്ഞെടുക്കാം. എന്നാൽ യമഹ എന്ന ബ്രാൻഡ് വാല്യൂവും കൂടുതൽ റേഞ്ചും മികച്ച സുരക്ഷയുമാണ് ലക്ഷ്യമെങ്കിൽ യമഹ EC06 ഒരു മികച്ച ചോയ്സാണ്. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.